നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ, രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. മാർച്ച് 26 വ്യാഴാഴ്ച രാമനവമിയാണ്. അതിവിശിഷ്ടവും പുണ്യവുമായ ഒരു സുദിനമാണ് രാമനവമി. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ 7ാമത്തെ അവതാരമായ ശ്രീരാമസ്വാമിയുടെ ജന്മദിനമാണ് നമ്മൾ രാമനവമിയായിട്ട് ആഘോഷിക്കുന്നത്. നമുക്കറിയാം, അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യയുടെയും പുത്രനായി ജനിച്ച ആ ശ്രീരാമസ്വാമിയുടെ ജന്മദിനമാണ് നാം ആഘോഷിക്കേണ്ടത്. സാധാരണയായിട്ട് നമ്മൾ മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കായി ഏകാദശി വ്രതങ്ങൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റു വ്രതങ്ങളൊക്കെ നമ്മൾ ആചരിക്കാറുണ്ട്. എന്നാൽ ശ്രീരാമസ്വാമിയുടെ പേരിൽ നമ്മളങ്ങനെ പ്രത്യേകമായിട്ടൊരു വ്രതമൊന്നും ആചരിക്കാറില്ല. അപ്പോൾ നമുക്ക് ഈ പുണ്യദിനത്തിൽ ശ്രീരാമനവമി ദിവസം നമുക്ക് വ്രതമെല്ലാം എടുത്ത് ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം നേടാനൊക്കെ പറ്റിയ ഒരു പുണ്യദിനമാണ്. ഇനി നമുക്ക് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ ഒന്ന് നോക്കാം. രാമനവമിയുടെ പ്രാധാന്യം എത്ര പേർക്ക് അറിയും എന്നറിയില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ അടുത്ത് ശ്രീരാമസ്വാമിയെ തൊഴുകുന്നതിനായി പെട്ടെന്ന് ഓടിപ്പോയി തൊഴുകാനുള്ള അമ്പലങ്ങളൊന്നും ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ശ്രീരാമസ്വാമിയെ ഭജിക്കുക, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ കഴിക്കേണ്ടത്? ചിലവർക്കൊക്കെ അവരുടെ അടുത്ത് ശ്രീരാമസ്വാമിയുടെ അമ്പലം ഉണ്ടായിരിക്കാം, അവർക്കതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കാം. എങ്കിൽ സാധാരണക്കാരായ എല്ലാവർക്കും ഓടിച്ചെന്ന് തൊഴുകാനുള്ള ഒരു സൗകര്യമൊന്നും ഉണ്ടായി എന്ന് വരില്ല. ഇനി നമ്മൾ ഈ ശ്രീരാമനവമി ദിവസം നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആഗ്രഹിച്ച് അത് ശ്രീരാമസ്വാമിയോട് നമ്മൾ ആ ആഗ്രഹം സ്വാമിയുടെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നടക്കുന്നതാണ്. അതിന് നല്ല ഉറപ്പാണ് ശ്രീരാമസ്വാമി നമ്മുടെ ആഗ്രഹം നടത്തി തരുമെന്ന്, കനിഞ്ഞ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത്ര ശക്തമാണ് രാമനാമം. രാമനാമ മഹിമ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രാമനാമം നമ്മുടെ നാവിൽ വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ജനിച്ച മുതൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഓർമ്മ വെച്ച മുതൽ തന്നെ രാമനാമം പാടിക്കൊണ്ടാണ് നമ്മൾ സന്ധ്യാനാമങ്ങളൊക്കെ ചൊല്ലാറ്. അതുപോലെ തന്നെ മുത്തശ്ശിമാരൊക്കെ അവരുടെ നാവിൽ എപ്പോഴും അവർ പാടിക്കൊണ്ടിരിക്കുന്നതാണ് രാമനാമം. അത്രയധികം ശക്തവും പുണ്യവും അനുഗ്രഹവും ഉള്ളതാണ് രാമനാമം. അപ്പോൾ ശ്രീരാമസ്വാമി നമ്മളെ എല്ലാം ഒരു ശ്ലോകത്തിലൂടെ എന്നല്ല, ഒരു കീർത്തനത്തിലൂടെ ഒക്കെ നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ ആ കീർത്തനം അല്ലെങ്കിൽ ആ നാമം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ നാമം അറിയാത്തവരായിട്ടോ ചൊല്ലാത്തവരായിട്ടോ ആരും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചൊല്ലുന്ന മറ്റൊരു നാമമാണ്, പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ആസന്ന മൃത്യുവായിട്ട് കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മരണം സംഭവിച്ചാലോ ഒക്കെ നമ്മൾ ആ രാമപാദം എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മൾ ചൊല്ലുന്ന ഒരു നാമവും അത് തന്നെയാണ്. രാമ 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 രാമനാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ഈ നാമം നമ്മളെല്ലാവരും തന്നെ വളരെ ഭക്തിയോടുകൂടി രാമൻ്റെ അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ അർപ്പിക്കാറുണ്ട്. അതിൻ്റെ ഫലവും നമുക്ക് കിട്ടാറുണ്ട്. ഇനി നമ്മൾ ഈ ശ്രീരാമ നവമി എന്ന് പറയുന്നത് ചൈത്രമാസത്തിലെ
അതായത് മീനമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 9-ാം ദിനത്തിലാണ് ശ്രീരാമസ്വാമിയുടെ ജനനം. നമ്മൾ ശ്രീരാമസ്വാമിയുടെ ആ ജനനം നമ്മൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആചരിക്കുമ്പോൾ നമ്മൾ ആ ശ്രീരാമസ്വാമിയെ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ശിശുവിൻ്റെ രൂപത്തിലാണ് ആരാധിക്കേണ്ടത്. സാധാരണയായിട്ട് നമ്മൾ ശ്രീരാമസ്വാമി എന്നൊക്കെ പറയുമ്പോൾ അമ്പും വില്ലൊക്കെ ധരിച്ചു നിന്നിട്ടുള്ള ആ ഗംഭീര സ്വഭാവത്തോടു കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രൂപമാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ നമ്മൾ ഈ രാമനവമിക്ക് നമ്മൾ ആ ശ്രീരാമസ്വാമിയെ ഒരു കുട്ടിയായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ടത്. നമ്മൾ അയോധ്യയിലെ രാംലല്ലയൊക്കെ അങ്ങനെയാണല്ലോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ രൂപത്തിലുള്ള ആ ഒരു കുട്ടി ശ്രീരാമനായിട്ടാണ് നമ്മൾ ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത്. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു കുട്ടിക്ക് നമ്മുടെ മക്കൾക്ക് കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമോ അതേപോലെ തന്നെ നമ്മൾ ആ ശ്രീരാമസ്വാമിയെ ആ രൂപത്തിൽ നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് ശ്രീരാമസ്വാമിക്ക് വേണ്ട അന്നത്തെ പൂജയും വഴിപാടുകളും കീർത്തനങ്ങളും ഒക്കെ അന്ന് ചെയ്തു കൊടുക്കേണ്ടതാണ്. തീർച്ചയായും അതിൻ്റെ ഫലം നമുക്ക് ഉണ്ടായിരിക്കും. നമ്മൾ ഗുരുവായൂരപ്പനെയൊക്കെ നമ്മൾ ഉണ്ണിക്കണ്ണനായിട്ടും വെണ്ണക്കണ്ണനായിട്ടൊക്കെ സങ്കല്പിക്കാറുണ്ടല്ലോ. അതുപോലെ നമുക്ക് ശ്രീരാമസ്വാമിയും ഈ ദിവസം ഒരു കുട്ടിയായ ശിശുവായ ആ ഒരു രാംലല്ല രൂപത്തിൽ നമുക്ക് അന്ന് സ്മരിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പരിഭവങ്ങൾ, നമ്മളുടെ വിഷമങ്ങൾ, അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടാവും. അതൊക്കെ നമുക്ക് അന്നേ ദിവസം ശ്രീരാമസ്വാമിയോട് പറയാവുന്നതാണ്. പിന്നെ ശ്രീരാമസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാമങ്ങൾ അന്ന് ചൊല്ലിക്കൊടുത്ത് നമ്മൾ സന്തോഷിപ്പിക്കണം. അങ്ങനെ നമ്മൾ ആ നാമങ്ങളൊക്കെ ചെല്ലുമ്പോൾ ക്ഷിപ്രപ്രസാദിയാണ് ശ്രീരാമസ്വാമി. അതുകൊണ്ട് നമ്മളുടെ ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ അന്ന് വളരെ പെട്ടെന്ന് കേൾക്കുകയും അതിൻ്റെ ഫലം നമുക്ക് നൽകുകയും ചെയ്യും. ഇനി അന്നത്തെ ആ ഒരു ദിവസം നമ്മൾ ആ ദിവസം ശ്രീരാമസ്വാമിയുടെ ആ നവമി ദിവസം നമ്മൾ വ്രതമെല്ലാം എടുത്ത് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥനകളും കീർത്തനങ്ങളും ഒക്കെ ചൊല്ലേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടേക്കാം, നമ്മൾ ഈ രാമനവമി ദിവസം ചെയ്തതിൻ്റെ ഫലം ഇത്ര പെട്ടെന്നൊക്കെ വന്നു എന്നൊക്കെ. അങ്ങനെ ആ ദിവസം എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കേണ്ടതാണ് ആ രാമനാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ. അപ്പോൾ ഇനി എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ചൊല്ലി നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു ചെറിയ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ രാമനവമി ദിവസം സാധാരണക്കാരായ ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് എന്ത് വ്രതമാണ് നമ്മൾ നോൽക്കേണ്ടത്? ഇനി ഈ വ്രതം നമുക്ക് നോൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാമാണ് വിശദമായിട്ട് പറയുന്നത്. അപ്പൊ ഈ രാമനവമി ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. അന്നേ ദിവസം ശ്രീരാമസ്വാമിയെ കൂടാതെ നമ്മൾ സീതാദേവി, അതുപോലെ ലക്ഷ്മണൻ, ഹനുമാൻ സ്വാമി, അതുപോലെ തന്നെ സൂര്യദേവൻ, നവഗ്രഹങ്ങൾ, അവരുടെ എല്ലാം അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപൂർവ അസുലഭ ദിവസം തന്നെയാണ്, അല്ലെങ്കിൽ മംഗളകരമായ ദിവ്യമായ ഒരു ദിവസം തന്നെയാണ് രാമനവമി. അത് ഈ വർഷത്തെ രാമനവമി എന്ന് പറയുന്നത് ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെയൊക്കെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ആ വ്യാഴാഴ്ച ദിവസം കൂടിയാണ്. അപ്പം അന്നേ ദിവസം നമ്മൾ അത്രയും ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി ഒക്കെ നമ്മൾ ഭജിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി ഫലം ലഭിക്കും എന്നതിൽ സംശയമില്ല. ഇനി നമ്മൾ അന്ന് വ്രതം എടുക്കേണ്ട ഒരു കാര്യം, കാരണം നമ്മൾ ഏകാദശി വ്രതം മറ്റു വ്രതങ്ങളൊക്കെ വിഷ്ണു പ്രീതിക്കായിട്ട് എടുക്കാറുണ്ടല്ലോ. അപ്പൊ രാമനവമി ദിവസം നമ്മൾ എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത്? നമുക്ക് തലേ ദിവസം നമ്മൾ ഒരിക്കലൂണൊന്നും എടുത്തിട്ടില്ലെങ്കിലും മത്സ്യമാംസാദികൾ ഒക്കെ കഴിക്കാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ആ രാമനവമി ദിവസം നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് നമുക്കന്ന് വ്രതം ആരംഭിക്കാം. രാമനാമത്തോടു കൂടി തന്നെ ആരംഭിക്കാം. നമ്മളുടെ അടുത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് തൊഴുകാം, പ്രാർത്ഥിക്കാം,
കീർത്തനങ്ങൾ പാടാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു വിഷ്ണു ക്ഷേത്രമാണ് എങ്കിലും നമുക്ക് അവിടെ പോയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം, വഴിപാടുകളൊക്കെ നടത്താം. അപ്പൊ ആ ശ്രീരാമസ്വാമി അതായത് വിഷ്ണു ഭഗവാന്റെ അവതാരം തന്നെയാണല്ലോ ശ്രീരാമസ്വാമിയും. അതുപോലെ തന്നെ അന്ന് വ്രതം എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, മുഴുവനായിട്ട് അന്ന് ഉപവാസം എടുക്കാൻ കഴിയാത്തവരായിരിക്കും പലരും, അല്ലെ? കാരണം ഉപവാസം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പലവിധ അസുഖങ്ങൾ ഉണ്ടായിരിക്കാം, പ്രമേഹം മുതലായവയൊക്കെ. അപ്പോൾ അങ്ങനെ ഉപവാസം എടുക്കുന്നത് കൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരസ്ഥിതി അറിഞ്ഞിട്ട് വേണം നമ്മൾ ഉപവാസം അനുഷ്ഠിക്കാനൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അന്നേ ദിവസം ഉച്ചയ്ക്ക് നമുക്ക് ഉണങ്ങല്ലരി ചോറ്, പച്ചരിയുടെ ചോറ് നിവേദ്യമായിട്ട് അതൊന്നുകിൽ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഭഗവാന് സമർപ്പിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന നിവേദ്യം കഴിച്ചുകൊണ്ട് അന്ന് ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് കഴിക്കാം. മറ്റു നേരങ്ങൾ നമുക്ക് എന്തെങ്കിലും പഴങ്ങള് ഒക്കെ കഴിക്കാവുന്നതാണ്. പൂർണ്ണമായിട്ട് ഉപവാസം എടുക്കാനുള്ള ആരോഗ്യം ഉള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം, അല്ലാത്തവർക്കാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ആഹാരക്രമം ഒരു ചിട്ടപ്പെടുത്തിയിട്ട് ചിട്ടപ്പെടുത്തി എടുക്കാൻ കഴിയുന്നവർ മാത്രം പൂർണ്ണ ഉപവാസത്തിലേക്ക് പോവുക. അല്ലാത്ത അമ്മമാരൊന്നും ഒരു ബുദ്ധിമുട്ടും എടുക്കാതെ അല്ലെങ്കിൽ അത്രയധികം ക്ലേശം അനുഭവിച്ചിട്ടൊന്നും വ്രതം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സും ഭക്തിയുമാണ് ഭഗവാൻ നോക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് വ്രതം നോക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിന്റെ പവിത്രതയാണ് പ്രധാനം. അതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശാരീരിക സ്ഥിതിയൊക്കെ ഭഗവാൻ അറിയാം. അപ്പോൾ ആ ഭക്തിയോടുകൂടി മനസ്സ് പവിത്രമായിട്ട് അന്നേ ദിവസം നമ്മൾ സ്നാനമൊക്കെ ചെയ്ത് ഭഗവാന്റെ പ്രാർത്ഥനകളൊക്കെ ചെല്ലുക. അത് നമുക്ക് വളരെയധികം അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ എല്ലാവിധ നമ്മളിൽ സ്നേഹവും അനുഗ്രഹവും ഒക്കെ ലഭിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ അത് ശുഭ്രവസ്ത്രം ധരിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പൊ രാവിലെ നമ്മൾ ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ആ പൂജാമുറിയിൽ പോയിരുന്ന് നമുക്ക് ശ്രീരാമസ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഫോട്ടോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തുളസിമാല ചാർത്താം. ഈ തുളസിമാല ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് തുളസിയും മറ്റു പൂക്കളും എല്ലാം നമുക്ക് ആ ഫോട്ടോയിൽ മുന്നിൽ സമർപ്പിച്ച് നമുക്ക് ഭജിക്കാവുന്നതാണ്. ഇനി ശ്രീരാമസ്വാമിയുടെ ഫോട്ടോ അഥവാ ഇല്ല എന്ന് വിചാരിക്കുക, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഗുരുവായൂരപ്പൻ്റെയോ ശ്രീകൃഷ്ണന്റെയോ തുടങ്ങിയ ഫോട്ടോകള് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ ഒക്കെ ഏതെങ്കിലും ഒരു അവതാര മൂർത്തിയുടെ ഫോട്ടോ ഒക്കെ നമ്മുടെ വീട്ടില് ഉണ്ടായിരിക്കും. ആ വിഗ്രഹത്തിന് മുന്നിൽ നമ്മൾ ഈ തുളസിമാല ചാർത്താം. അതുപോലെ തന്നെ നമുക്ക് പൂക്കൾ സമർപ്പിക്കാവുന്നതാണ്. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാവുന്നതാണ്. അന്ന് നമുക്ക് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നെയ്വിളക്ക് സമർപ്പിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഫോട്ടോവിന്റെ മുന്നിൽ നമ്മൾക്ക് ഒരു ചിരാതില് ഒരു നെയ്വിളക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഇനി നെയ്വിളക്ക് സമർപ്പിക്കാൻ പറ്റുന്നില്ല വിചാരിക്കുക, അതിനും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാരണ വിളക്ക് കത്തിച്ച് ഭഗവാനെ ആരാധിക്കാവുന്നതാണ്. അതുപോലെ ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് പാൽപ്പായസം. അപ്പൊ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു പാൽപ്പായസമൊക്കെ വെച്ച് ഭഗവാന് നിവേദിക്കാവുന്നതാണ്. അത് നമ്മുടെ വീട്ടിലൊരു ഓട്ടുരുളിയോ മറ്റ് നല്ല ശുദ്ധിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതിൽ വെച്ച് വേണം നമ്മൾ ഭഗവാനെ നിവേദിക്കാൻ. പിന്നെ നമുക്ക് അന്നേ ദിവസം തന്നെ ഭഗവാന് സമർപ്പിക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് പാനകം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അതായത് ശർക്കരയും കുരുമുളകും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പാനകം. അത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അപ്പോ അന്നേ ദിവസം പാനകം ഭഗവാന് സമർപ്പിക്കുന്നതും വളരെ വളരെ ഐശ്വര്യദായകമാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇല്ലെങ്കിലും പാൽപ്പായസം ഉണ്ടാക്കി നിവേദിക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ രാമനവമി ദിവസം ഞാൻ പറഞ്ഞു വ്യാഴാഴ്ചയാണ്, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. അപ്പൊ അന്നേ ദിവസം നമ്മൾ ഒരു പാൽപ്പായസം ഉണ്ടാക്കി ആ ഭഗവാന് എല്ലാവരും ഒന്ന് നിവേദിച്ചു നോക്കൂ. അതിന്റെ ഫലം തീർച്ചയായും നമുക്ക് ലഭിക്കും. ചിലപ്പോൾ നമുക്ക് പൂജാമുറി ഉണ്ടാകണം എന്നില്ല എല്ലാവരുടെ വീട്ടിലും, എന്നാലും നമ്മൾ വിളക്ക് കാണിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? അവിടെ നമ്മൾ ആ ഭഗവാന്റെ ഫോട്ടോവിന്റെ മുന്നിൽ വെച്ച് നമുക്ക് പാൽപ്പായസം സമർപ്പിക്കാം. അതും വളരെ ഐശ്വര്യദായകമാണ്. അപ്പൊ നമ്മൾ ഭഗവാൻ ഇങ്ങനെയൊക്കെ നേദ്യമൊക്കെ സ്വന്തം കൈകൊണ്ടൊക്കെ വെച്ച് സമർപ്പിക്കുമ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ നമുക്ക് ആ ഭഗവാനോടുള്ള ഒരു അടുപ്പവും, കാരണം നമ്മൾ നമ്മുടെ
കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ അവർ കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, അതുപോലെ തന്നെയാണ് നമ്മൾ ആ ശ്രീരാമസ്വാമിയുടെ ജനന ദിവസമാണല്ലോ, ആ കുഞ്ഞു ശ്രീരാമസ്വാമിക്ക് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ആ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ പ്രകാരത്തിൽ നമുക്ക് ഭഗവാന് അന്ന് പായസമൊക്കെ വെച്ച് നിവേദിക്കാവുന്നതാണ്. ഇനി നമുക്ക് അന്നേ ദിവസം ചിലവർക്ക് പാൽപ്പായസം വെക്കാൻ ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ വെക്കാൻ പറ്റിയില്ല, സൗകര്യമില്ല എങ്കിൽ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഭഗവാൻ ഇഷ്ടപ്പെട്ട നമ്മുടെ വീട്ടിലുള്ള പഴങ്ങൾ നിവേദിക്കാം. ആ ഭഗവാന് എന്തു കൊടുത്തു എന്നല്ല, അത് എങ്ങനെ കൊടുത്തു എന്നാണ് ഭഗവാൻ എപ്പോഴും നോക്കാറുള്ളത്. ഭക്തിയോടുകൂടി നമ്മളെ എന്തു കൊടുക്കുന്നു എന്നാണ് ഭഗവാൻ എപ്പോഴും നോക്കുന്നത്. ഭക്തിയോടെ വാരിയെന്നാകിലും ശ്രദ്ധയോടെ നൽകിയാൽ അതിപ്രിയം. അതാണ് ശ്രീരാമൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്നത് വളരെ ഭക്തിയോടുകൂടി ആയിരിക്കണം. അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഭഗവാൻ അർപ്പിക്കുക, മനസ്സ് പവിത്രമാക്കുക. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം. ഇനി നമ്മൾ ശ്രീരാമസ്വാമിയുടെ ആ പ്രീതിക്കായിട്ട് നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ നാലമ്പല ദർശനമൊക്കെ നടത്താറുണ്ട് അല്ലേ. അപ്പം നമുക്ക് പറ്റുമെങ്കിൽ ശ്രീരാമസ്വാമിയുടെ ഈ നവമി ദിവസം നമുക്കടുത്ത് ഈ 4 ക്ഷേത്രങ്ങളും ഉണ്ടെങ്കിൽ അന്ന് നാലമ്പല ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ അതും വളരെ അതിവിശേഷവും അനുഗ്രഹദായകവുമാണ്. അപ്പോൾ നമുക്ക് അന്നേ ദിവസം പറ്റുന്നവരൊക്കെ ആ നാലമ്പല ദർശനം ഒക്കെ നടത്തേണ്ടതാണ്. ഇനി ചിലപ്പോൾ നമ്മുടെ സമീപത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രം ഒന്നും ഉണ്ടായി എന്ന് വരില്ല, അത്ര ഭാഗ്യമൊന്നും എല്ലാവർക്കും ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ നമ്മൾക്ക് അന്നേ ദിവസം പോകാവുന്നതാണ്. എന്നിട്ടോ ആ വീട്ടിൽ തുളസിമാല സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് നമ്മൾക്ക് മഹാവിഷ്ണുവിൻ്റെയോ ശ്രീരാമസ്വാമിയുടെയോ അമ്പലത്തിലൊക്കെ പോയി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ആ തുളസിമാല സമർപ്പിക്കാവുന്നതാണ്. പിന്നെ പാൽപ്പായസം സമർപ്പിക്കാമെന്ന് ആദ്യമേ പറഞ്ഞുവല്ലോ, അത് അമ്പലത്തിൽ നമുക്ക് വഴിപാടായിട്ട് നടത്താം. പിന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മഞ്ഞപ്പട്ട്. ആ മഞ്ഞപ്പട്ടുടയാടുത്ത ഭഗവാൻ ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ്, അത് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. പിന്നെ ഒന്നാണ് മുല്ലമൊട്ടുമാല. ആ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഈ മഞ്ഞപ്പട്ട്, മുല്ലമൊട്ടുമാല ഇതൊക്കെ വളരെ ഭക്തിയോടുകൂടി നമുക്ക് സമർപ്പിക്കുന്നത് വളരെ ഐശ്വര്യത്തിന് നല്ലതാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അമ്പലത്തിലാണ് പോകുന്നതെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലുക. ഇനി പോയിട്ടില്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അവിടെ നമുക്ക് രാമമന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. അതിൽ നമുക്ക് യാതൊരു തടസ്സവുമില്ല. മനസ്സുകൊണ്ട് നമുക്ക് എല്ലാ സമയത്തും രാമമന്ത്രങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രാമമന്ത്രം ചെയ്യാൻ നിങ്ങൾ അന്നേ ദിവസം ഒരിക്കലും മറക്കരുത്. അപ്പോൾ നാമങ്ങളെക്കാൾ ശക്തിയുള്ള മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ നാവിലെ ആ നാമങ്ങൾ വരും. അത് നമുക്ക് ആ നാമങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ചൊല്ലാം. അത്ഭുതകരമായ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് അതിലൂടെയാണ് ലഭിക്കുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് രാമമൂലമന്ത്രമുണ്ട്, അതുപോലെ രാമ അഷ്ടോത്തരമുണ്ട്, ശ്രീരാമ സഹസ്രനാമമുണ്ട്, രാമരക്ഷാമന്ത്രം ഉണ്ട്. ഇതൊക്കെ ശ്രീരാമസ്വാമിയുമായി ബന്ധപ്പെട്ട നമുക്കന്ന് ചെല്ലാൻ കഴിയുന്ന അല്ലെങ്കിൽ ഭജിക്കാൻ കഴിയാവുന്ന കീർത്തനങ്ങളാണ്, മന്ത്രങ്ങളാണ്. അപ്പം അത് ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ നമുക്കറിയാവുന്നത് എങ്കിൽ അത് നല്ല പോലെ നമുക്കന്ന് എന്ത് ചെയ്യാം, ഭജിക്കാവുന്നതാണ്, പ്രാർത്ഥിക്കാവുന്നതാണ്. അത് വളരെ അനുഗ്രഹദായകം കൂടിയാണ്. ഇനി അതൊന്നും അറിയാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ശ്രീരാമസ്വാമിയുടെ ഒരു മൂലമന്ത്രമുണ്ട്. അപ്പൊ എന്താണ് ആ മൂലമന്ത്രം? അത് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. എന്നിട്ട് നമുക്ക് ആ മൂലമന്ത്രം 108 തവണ രാവിലെ ജപിക്കാം, വൈകുന്നേരം ജപിക്കാം. നമുക്ക് പറ്റാവുന്നത്രയും തവണ നമുക്കത് ജപിക്കാം. ചുരുങ്ങിയതാണ് 108 തവണ എന്ന് പറയുന്നത്. അതെന്താണ്? ഓം രാം രാമായ നമഃ. അപ്പോൾ 108 തവണ ജപിക്കുമ്പോൾ അത് അതിൻ്റെതായ ശക്തിയാണ്. രാമമന്ത്രത്തിന്റെ ശക്തി എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ മൂലമന്ത്രം 108 പ്രാവശ്യം ഒന്ന് ജപിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമാണ്. അപ്പൊ എല്ലാവരും അന്ന് രാവിലെയും വൈകുന്നേരവും ഓം രാം രാമായ നമഃ എന്ന മൂലമന്ത്രം ചൊല്ലുക. ഇനി 108 തവണ ഭജിക്കാൻ അല്ലെങ്കിൽ ചൊല്ലാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. നമുക്കത് 11 തവണയെങ്കിലും നമുക്ക് അത് ചൊല്ലാവുന്നതാണ്, രാവിലെയും വൈകുന്നേരവും ഒഴിവുള്ളപ്പോഴൊക്കെ. ഈ രാമമന്ത്രം നമ്മുടെ എല്ലാവിധ ദുരിതങ്ങളും പാപങ്ങളും അകറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ളതായ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരുന്നതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും അന്ന് രാമമന്ത്രം, വളരെ ശക്തമായ ആ രാമമന്ത്രം ജപിക്കാൻ ആരും മറക്കരുത്. അപ്പോൾ വളരെ ഭക്തിയോടുകൂടി ചൊല്ലിയാൽ മതി.
ഇനി അപ്പൊ ആ രാമമൂലമന്ത്രം ചൊല്ലുന്നത് വേറെ ഒരു ശക്തി കൂടി പറഞ്ഞു തരാം. അതായത് നമുക്ക് ഈ രാമമൂലമന്ത്രം 64 ദിവസം നമുക്ക് തുടർച്ചയായിട്ട് ജപിക്കാൻ കഴിഞ്ഞാൽ വളരെ അനുഗ്രഹമുള്ളതാണ്, പുണ്യമാണ്. അതില് അന്നേ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 64 ദിവസവും നമ്മൾ മത്സ്യമാംസാദികള് ഭക്ഷിക്കാതിരിക്കണം. അപ്പോഴാണ് ആ മന്ത്രത്തിന് ശക്തി കൂടുതൽ ലഭിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ആ പീരീഡ്സിന്റെ സമയത്ത് നമ്മൾ ഈ മൂലമന്ത്രം ജപിക്കാതിരിക്കുക. അങ്ങനെ ആ 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 64 ദിവസം ആകുന്നത് വരെ ആ മൂലമന്ത്രം ജപിച്ച് നമുക്ക് 64 ദിവസം ആക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ആ 64 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഈ മന്ത്രം ചെല്ലുമ്പോൾ അതിൻ്റെതായ ഒരു ശക്തിയും അല്ലെങ്കിൽ അതിൻ്റെതായ ആ ഭഗവാന്റെ അനുഗ്രഹവും ഭാഗ്യവും അത് നമുക്ക് അനുഭവവേദ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഉറപ്പാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടിരിക്കും. അത് ഇനി ഇതൊന്നുമല്ലെങ്കിലും നമുക്ക് എന്ത് പറയാം, ശ്രീരാമ ജയം എന്ന് നമുക്ക് ജപിക്കാം. അത് ആകെ 4 അക്ഷരമല്ലേ ഉള്ളൂ. ശ്രീരാമ ജയം എന്ന് പറഞ്ഞാലും ഭഗവാന്റെ അനുഗ്രഹം, അതായത് ആ രാമസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ആ ശ്രീരാമനവമിക്ക് ശ്രീരാമ ജയം എന്നുള്ളത്. അത് നമുക്ക് 108 തവണ രാവിലെയും വൈകുന്നേരം ഒക്കെ ജപിക്കാം. ഇനി അല്ല അതിൻ്റെ ഇടവേളകളിൽ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ അത്രയും പ്രാവശ്യം നമ്മൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി പറ്റുമെങ്കിൽ നമുക്ക് ഈ ശ്രീരാമജയം എന്നുള്ളത് നമുക്കൊരു നോട്ട് ബുക്കിൽ ഒരു 108 തവണ എഴുതുക. അവിടെ ഈ എഴുതുന്നത് അതിനേക്കാൾ പുണ്യദായകമാണ്. അങ്ങനെ അത് ഭഗവാന് നമുക്ക് സമർപ്പിക്കാം. അത്രയും ഐശ്വര്യമുള്ളതാണ്. അപ്പോൾ 108 തവണയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രാവശ്യം നമുക്ക് ആ ശ്രീരാമ ജയം എന്നുള്ളത് നോട്ട് ബുക്കിൽ എഴുതാവുന്നതാണ്. അത് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും, ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളോടും കൂടി അവർക്കൊരു നോട്ട് ബുക്കൊക്കെ കൊടുത്ത് അതിൽ ആ ശ്രീരാമ ജയം എന്നുള്ളത് 108 പ്രാവശ്യം എഴുതാൻ പറയുക. അല്ലെങ്കിൽ ഹരേ രാമ എന്നിട്ടുള്ളതായ ശക്തമായ മന്ത്രം അവരെ കൊണ്ട് 108 തവണ എഴുതിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും ഒക്കെ നമുക്ക് പറയാവുന്നതാണ്. ഇതൊക്കെ അവർ ചെയ്യുന്നതോടുകൂടി ഇനി അവർക്ക് തമ്മിൽ, ഇപ്പൊ സുഹൃത്തുക്കൾ തമ്മിൽ പിണക്കം ഉണ്ടായിരിക്കാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ, അച്ഛനും അമ്മയും മക്കളും തമ്മിൽ പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ ആ കലഹം എല്ലാം മാറി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയും. കാരണം അത്രയധികം ശക്തിമത്താണ് രാമമന്ത്രം. രാമമന്ത്രത്തിന്റെ അത്രയും ശക്തി വേറൊരു മന്ത്രത്തിനുണ്ടോ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോ നമുക്ക് ഇനി ഇതുമായി ചേർന്നിട്ടുള്ള ഒരു കഥ തന്നെയുണ്ട്. ആ വിഷ്ണു സഹസ്രനാമ ജപത്തിന് തുല്യമായ പുണ്യത ഉള്ള ഒരു മന്ത്രമാണ്, അല്ലെങ്കിൽ ഒരു അത്ഭുത മന്ത്രം തന്നെയാണ് രാമമന്ത്രം. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. പണ്ട് പാർവതീദേവി മഹാദേവനോട് ചോദിക്കുകയുണ്ടായി, അല്ലയോ ഭഗവാനെ, ഈ പണ്ഡിതന്മാർക്കായ അല്ലെങ്കിൽ നല്ല അറിവുള്ള ആളുകൾക്കൊക്കെ അല്ലയോ, ഈ സംസ്കൃതം പഠിച്ചവർക്കൊക്കെ അല്ലേ വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലാൻ സാധിക്കുകയുള്ളൂ, അതിൻ്റെ ഫലം കിട്ടുള്ളൂ. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അതിൻ്റെ ഫലം കിട്ടാൻ എന്താണ് ചെയ്യുക എന്ന് സംശയം ചോദിക്കുകയുണ്ടായി. അപ്പൊ മഹാദേവൻ പറഞ്ഞ മറുപടിയാണ്, എന്താണ് പറഞ്ഞത്, നമ്മുടെ ശ്രീരാമസ്വാമിയുടെ മന്ത്രമാണ് അതിന് അതേ ആ വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമായി കൊണ്ട് പറഞ്ഞു കൊടുത്തത്. പാർവതീദേവിക്ക് മഹാദേവൻ തന്നെ അരുളി ചെയ്തതാണ് ആ വിശിഷ്ടമായ മന്ത്രം, അതാണ് ശ്രീരാമ മന്ത്രം. അത് അത്രത്തോളം വിശിഷ്ടമായ മറ്റൊരു മന്ത്രം ഇല്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ വേറൊരു മന്ത്രം ചൊല്ലിയിട്ടില്ലെങ്കിൽ കൂടി ആ ശ്രീരാമസ്വാമിയുടെ ഈ അത്ഭുതകരമായ ഒരു മന്ത്രം ചൊല്ലിയാൽ നമുക്ക് നവമി ദിവസം മാത്രമല്ല, അത് കഴിഞ്ഞാലും അതിൻ്റെ ഫലങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതൊക്കെ ഓരോരുത്തരും അതിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ശ്രീരാമ മന്ത്രം നമ്മൾ ഭക്തിയോടുകൂടി 3 തവണ അല്ലെങ്കിൽ ആ 3 തവണ ചൊല്ലിയാൽ തന്നെ അല്ലെങ്കിൽ ജപിച്ചാൽ തന്നെ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും. അപ്പൊ ഏതാണ് ആ മന്ത്രം? ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ആ മന്ത്രം. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ ശ്രീരാമനാമവരാനന ഓം നമ എന്നുള്ള അതിശക്തമായ മന്ത്രമാണ്. അത് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ അത് ചൊല്ലാത്തവർക്ക് ഈ ഒരു മന്ത്രം കൊണ്ട് തന്നെ, ഈ ശ്രീരാമനാമ മന്ത്രം കൊണ്ട് തന്നെ
ആ സഹസ്രനാമത്തിന് തുല്യമായ ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അതിൽ വൈഷ്ണവ ശക്തിയും ശൈവശക്തിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമമാണ് രാമനാമം. അതുകൊണ്ട് രാമനാമം ജപിക്കുമ്പോൾ നമുക്ക് ശിവചൈതന്യവും അതുപോലെ തന്നെ വിഷ്ണു ചൈതന്യവും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ രാമനാമി ദിവസം, അതായത് അത് ഏറ്റവും നല്ല ശുഭകരമായ ഒരു ദിവസം തന്നെയാണ്. വ്യാഴാഴ്ച ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. ഇപ്രാവശ്യം നമുക്ക് ആ ശ്രീരാമനവമി വന്നിരിക്കുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ആ വ്യാഴാഴ്ച ദിവസം നമ്മൾ എല്ലാവരും നമുക്ക് അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി, ശ്രീരാമസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശിക്കുക, അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ആ തീർത്ഥം എല്ലാം സേവിച്ച് ആ വ്രതം നോൽക്കുക. അങ്ങനെ നമുക്ക് ആ വ്രതം നോൽക്കാവുന്നതാണ്. ഇനി അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുക. അതായത് വെള്ളിയാഴ്ച ദിവസം നമ്മൾക്ക് വീണ്ടും നമ്മൾ അമ്പലത്തിൽ പോയി അവിടുത്തെ തീർത്ഥം സേവിച്ച വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ ഈ ശ്രീരാമ നവമി ദിവസം നമുക്ക് വളരെ പുണ്യഫലപ്രദമാക്കാം, അനുഗ്രഹമുള്ളതാക്കി തീർക്കാം. എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും. ഈ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി പറയുകയാണ്. അപ്പൊ നമ്മൾ ഈ ശ്രീരാമനവമി ദിവസം നമുക്ക് വ്രതം എല്ലാവർക്കും കൂടി നോറ്റു കഴിഞ്ഞാൽ അത് അത്രയും പുണ്യമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ വ്രതം നോൽക്കുക. എന്നിട്ട് നിങ്ങളുടെ അനുഭവം നമുക്ക് ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും അതൊരു മാതൃക കൂടിയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അനുഭവങ്ങളും, അല്ലെങ്കിൽ രാമമന്ത്രം ജപിച്ചത് കൊണ്ട് ഇതിനു മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രീരാമ ജയം എന്ന് 3 പ്രാവശ്യം എഴുതി കമന്റ് ബോക്സിൽ ഇടുക. നമുക്കതെല്ലാം ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ അർപ്പിക്കാം.